അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ലൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വന്നേക്കാം അലസിനോബി. എനിക്ക് തോന്നുന്നു ഇപ്പൊ വീഡിയോ ഇട്ട് കുറച്ചധികം ആയില്ല നമ്മളെ കുറച്ചായിട്ട് ഷോർട്സ് മാത്രമേ വിടാറുള്ളൂ അല്ലേ? സമയം കിട്ടാറില്ല. പിന്നെ ഷോർട്സ് എല്ലാരും കാണുക അല്ലേ? അതെ അതെ, ഷോർട്സും അത്യാവശ്യം ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെയാണ്. ഇന്നിപ്പോ കുറച്ച് വലിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇന്ന് എന്റെ അച്ഛൻ ഞാൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ്. സർപ്രൈസ് ഗിഫ്റ്റ്, യെസ്. ശരി, അപ്പൊ എന്തായാലും ആ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാട്ടോ. പിന്നെ ഷോപ്പിങ്ങിന്റെ വീഡിയോ ഷോർട്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആ ഷോർട്സിന്റെ ആ ഒരു വീഡിയോസ് ആണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് കാലത്ത് ഞാൻ 10 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. ഫസ്റ്റ് ഞാൻ എൻ്റെ അച്ഛനും ഞാൻ ഇത്രയും നാളും സൂക്ഷിച്ചു വെച്ച് കുറച്ച് പൈസയും കൊണ്ട് ഒരു സാധനം സർപ്രൈസ് ആയിട്ട് കൊടുത്തതാണ്. അപ്പൊ എന്താണ് സർപ്രൈസ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാമേ. നമ്മള് മൈജിന്ന് ഒരു ഫോൺ എടുത്തു. യെസ്, അതും 28,000 രൂപയുടെ ഫോണാണ്. ഇത് വിവോയുടെ ഫോണാണ്. അതുണ്ടാ വിവോ, നല്ല സൂപ്പർ ആട്ടാ. ഇപ്പം വിവോ എടുക്കാൻ കാരണമുണ്ട്. അച്ഛയുടെ ഫോൺ പോയി, അതായത് അതുകൊണ്ടാണ് ഞങ്ങൾ ഫാമിംഗ് വീഡിയോസ് പോയിന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ പോയിട്ടില്ല. പക്ഷെ എന്നാലും എന്താ പറയാ, അതിപ്പോ ഫോണൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും പോയി അല്ലേ? ഫോൺ പോയിന്ന് വെച്ചാൽ അതിന്റെ ഡിസ്പ്ലേ എല്ലാ കാര്യങ്ങളും പോയി. നമ്മൾ കോൾ വിളിക്കുകയാണെങ്കിൽ കോൾ എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യം ചില സമയങ്ങളിലൊക്കെ സ്റ്റക്ക് ആവും, ഹാങ് ആവും. അതെ, ഭയങ്കര പ്രശ്നമാണ്. കാണാനും വീഡിയോ ഒക്കെ കാണാൻ പറ്റും, എല്ലാം എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതെ, ഇപ്പൊ നമ്മള് വേറൊരു വീഡിയോ എടുത്താൽ വേറൊരു വീഡിയോ ഓൺ ആവും. അങ്ങനെയൊക്കെ. പിന്നെ അത് മാത്രല്ല, ഇച്ചിരി മുമ്പ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോ എടപ്പറമ്പിലെ ആ ചാനൽ എടുത്തു കഴിഞ്ഞപ്പോ നിന്റെ ചാനൽ ഓപ്പൺ ആയി. പക്ഷെ നിന്റെ ചാനല് പേരൊക്കെ എടപ്പറമ്പ് ചാനൽ, പക്ഷെ വീഡിയോസ് ഒക്കെ നിന്റെ ചാനലല്ലേ. എന്തിട്ട് കൊണ്ടത്? ഇതിന്റെ കഥ എങ്ങനെയാന്ന് വെച്ചാല്, ഞാൻ കുറച്ച് പൈസ നമ്മള് സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് ഇച്ചിരി പൈസ ഇന്ന് ഞാനത് പൊട്ടിച്ച്. കാരണം അവസ്ഥ കൊണ്ടാണ് ഞാൻ പൊട്ടിച്ചത്. ഇതാണ് ഫോൺ. യെസ്, ഇതാണ് അച്ഛൻ. നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണിച്ചു കൊടുക്കാം അല്ലേ? അത് ഷോർട്ട് ആയിട്ട് എടുത്തേക്കണം. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ ഇടാം. ആ ഫോൺ ഒന്ന് പുറത്തേക്ക് എടുക്കാവോ? ചെറുക്കനപ്പോഴേക്കും ഭയങ്കര തിരുതി. ഫോൺ മാനിയ എന്റെ മോനിപ്പോ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. ഓക്കെ അല്ല, ഓക്കെ, ഇതാണ് നമ്മുടെ ഫോൺ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ബാക്ക് സൈഡ് നോക്കിയേ. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. 2 ക്യാമറ ഉണ്ട്. കളർ ഒരു എന്ത് കളർ? അത് മെറൂൺ കളർ. മെറൂൺ വിത്ത് ഒരു കോഫി. അതെ, എല്ലാം കൂടി. ഇത് എല്ലായിടത്തും മെറൂൺ അല്ല അല്ലേ? വിവോയുടെ എല്ലാം അടിപൊളിയല്ലേ? എനിക്ക് ഇഷ്ടമായോ? പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോ ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്ന ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോ, പറഞ്ഞോ, നമ്മുടെ എടപ്പറമ്പിൽ ചാനലിന്റെ ആദ്യത്തെ വീഡിയോസ് ഒക്കെ എന്റെ ഫോൺ വെച്ച് എടുത്തിരുന്നത് അല്ലേ? അതെ, ഫസ്റ്റ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ, അതായത് എടപ്പറമ്പി ഫാംസ് എന്ന ചാനൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അച്ഛയുടെ ഫോൺ കൊണ്ടാണ് എടുത്തത്. അതുകൊണ്ട് സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യണം, സ്വിഗ്ഗിയുടെ ജോലി ചെയ്യണം, പിന്നെ അതിന്റെ കൂട്ടത്തില് ഫോണിൽ വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം. അത് മാത്രമല്ല, അല്ലാതെ ഞങ്ങൾക്ക് വരുന്ന കോളുകൾ എടുക്കണം. എല്ലാം കൂടി മൊത്തത്തിൽ ഫോണിൽ ചെയ്ത യെസ്, അത് ഉപയോഗിച്ചിട്ട് ഇപ്പൊ 7 വർഷമായി. അപ്പൊ ഇതാണ് ഞങ്ങൾ പുതിയൊരു ഫോണ്. ഇത് 4K ഉണ്ട്, 5G ആണ് ഫോൺ. 5G ഉണ്ട്. 64GB അല്ല, 128 ആണെന്ന് തോന്നുന്നു. 28,000 എന്ന് വെച്ചാല് ഇത് ബാക്കി ലോണാട്ടോ. അതന്നെ, ബാക്കി ലോണാണല്ലോ. ആദ്യം 9,000 കൊടുത്തു. 9,000 കൊടുത്തെന്ന് വെച്ചാല് 8,000 സംതിങ് ആണുള്ളത്. ബാക്കിന്ന് ഇതിന്റെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് അതിന്റെ ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് സംഭവങ്ങള്. അപ്പം ശരി അത് 8 മാസം കൊണ്ട് നമ്മൾ അടച്ചു തീർക്കണം. ഇതിന്റെ വയറ് 11 മാസം. സോറി. അടുത്ത സംഭവം കാണിക്കും. നമ്മുടെ ജ്യൂസ് വന്നല്ലേ? യെസ്, ഞങ്ങൾ ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചു. ഇത് മിക്സഡ് ജ്യൂസ് കേട്ടോ. അടുത്ത ഞങ്ങൾ പോയത് നേരെ ജോക്കി. ഇപ്പൊ ജോക്കിയിൽ തന്നെയാണല്ലോ നമ്മൾ ഇടയ്ക്കടിക്കുമ്പോൾ. ജോക്കി അച്ഛക്ക് ഒരു 2 ബനിയനും, ഒരു ബനിയന് 599. ഈ ബനിയന്റെ അവസ്ഥ അത് വളരെ മോശമായി പോയി. അപ്പൊ അതുകൊണ്ട് അച്ഛക്ക് ഒരു 2 ബനിയൻ എടുത്ത് സൂപ്പർ ആയിട്ടാ. ഇത് കൊറേ നാളത്തേക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല ക്ലോത്ത് ആണ് കേട്ടോ, നല്ല അടിപൊളി ക്ലോത്ത് ആണ്. ആ ഒരു ഷോറൂം അടിപൊളിയാണല്ലേ? ഇത് ഒരെണ്ണം ഈ ഒരു നെക്കാണ് വട്ടത്തിലുള്ള, വേറെ ഒരെണ്ണം മറ്റേത് വി നെക്ക് ആണല്ലേ? വി നെക്ക്. ഇത് റൗണ്ട് നെക്കും മറ്റേത് വി നെക്കുമാണ്. ഈ കളർ വി നെക്കാണ്. മൊത്തം 3 ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം 2 ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വാങ്ങിച്ചത് കുട്ടിക്ക് ഡ്രസ്സ് എടുത്ത്. ഇത് വീട്ടിലിടാനാട്ടോ, മാക്സിന്ന് എടുത്താണ്. എല്ലാം ആലുവ തന്നെ കേട്ടോ. ആലുവ തന്നെ എടുത്തത്. ഇത് 199 ആട്ടോ. 199 രണ്ടെണ്ണം വാങ്ങിച്ചു. പിന്നെ അടുത്തത് ബനിയനാണ്. എല്ലാം സെലക്ട് ചെയ്ത് ബനിയന്റെ പ്രത്യേകത
അല്ലല്ല 3 179 199 അങ്ങോട്ട് അല്ല 169 149 ആയിരുന്നു. എന്നിട്ട് അത് 149 രൂപ കിട്ടി. ചെറിയ വലുതായതുകൊണ്ട് ഇപ്പൊ ഒന്നും കേറുന്നില്ലല്ലേ? ഒന്നും കേറുന്നില്ല, ടൈറ്റ് ആയിട്ടിരിക്കുക. ഇത് കുടിക്ക്. പിന്നെ അല്ല ഇത് കുടിക്ക്. മിക്സഡ് ജ്യൂസ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഷുഗറും ഐസോഡും ഇല്ല, സാധാരണ മിക്സഡ് ജ്യൂസ് ആണോ? ചെറിയ ഷുഗർ ഇട്ടിട്ടുണ്ട്. അല്ല ഇന്ന് ഷോപ്പിന് ഇറങ്ങി എത്ര മണിക്കാ? 10 മണിക്ക് ഇറങ്ങി. കാലത്ത് ഇറങ്ങി അല്ലേ? ഇപ്പൊ എത്ര മണിയുണ്ട്? ഇപ്പൊ സമയം 5:15 5:15 ആയോ? എൻ്റെ അമ്മേ 5:15. ശരി, അടുത്ത എന്താ കാണിക്കും? അടുത്തത് എനിക്കൊരു ബാഗ് വാങ്ങിച്ചു. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഇതിനു മുമ്പത്തെ ബാഗ് അത് ഇതായല്ലേ? ഇത് ആകെ അടിയൊക്കെ അപ്പൊ ഞാൻ ഇന്ന് കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഞാൻ നല്ലൊരു അടിപൊളി ശരിക്കും ഒരു വാനിറ്റിയുടെ ആ ഒരു ലുക്ക് ഉണ്ടല്ലേ? ഇത്രയും കള്ളി ഉണ്ട്, 2 കള്ളി, ഒരു പേഴ്സണൽ കള്ളി. അല്ല ഇതിപ്പോ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാനല്ലോ. അല്ല ഇതിപ്പോ ഹാൻഡി ആയിട്ട് ഉപയോഗിക്കാം, ഇങ്ങനെ ഉപയോഗിക്കാം, പിന്നെ നമുക്ക് തൂക്കിയിടാം. അല്ല അങ്ങനെ പിടിച്ചു പോണതാ എനിക്ക് തോന്നുന്നു കുറച്ചും ബെറ്റർ എന്നല്ലേ? കുറച്ചുകൂടി ഒരു ചേരും. നമ്മൾ ഈ ജീൻസ് ഒക്കെ ഇട്ട് പോകുമ്പോ കുറച്ചുകൂടി ചേരൂല അത് ഇങ്ങനെ പിടിക്കും. ഞങ്ങളിത് വാങ്ങിച്ചു. ഈ സംഭവത്തിന് സ്കിന്നൊക്കെ അടിപൊളിയാണല്ലേ? അതെ, സ്കിന്നൊക്കെ അടിപൊളിയാണ്. സൂക്ഷിക്കണം. അപ്പോ ഇന്നത്തെ ഷോപ്പിങ്ങിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇന്നത്തെ ഷോപ്പിംഗ് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായി നടന്നു. ഒരുപാട് കറങ്ങി. പിന്നെ വേറൊരു കഥ ഉണ്ട് കേട്ടോ. പറഞ്ഞോ. ഞങ്ങളെ വിശന്നിട്ടേ ബിരിയാണി നെയ്ച്ചോറ് കഴിക്കാൻ വേണ്ടി ഞങ്ങള് ആലുവയിന്ന് പെരുമ്പാവൂർ പോയി. പെരുമ്പാവൂർ എത്തിയില്ല, പെരുമ്പാവൂരിന്റെ ആ വഴിക്ക്. പെരുമ്പാവൂർ കുറച്ച് ദൂരെ നമ്മൾ പോയത്. അതായത് ഫുഡ് കഴിക്കാൻ ഇങ്ങനെ കറങ്ങി പോയതാണ്. പിന്നെ പെരുമ്പാവൂർ ഫുഡ് അന്വേഷിച്ച് പോയി. ഇതിൽ പിന്നെയാണ് ആലോചിച്ചത്, നമ്മളിങ്ങനെ കണ്ടൊരു കടയുണ്ട്. ഇത് പണ്ടല്ല ഒരു 6 മാസം മുമ്പ് ഷൂട്ടിങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പോ ആ ഒരു കട കണ്ടിരുന്നു. അതായത് കല്യാണ വീട്ടിലെ അങ്ങനെ കല്യാണ വീട്ടിലെ നെയ്ച്ചോറും ഇറച്ചിക്കറി. അപ്പൊ അത് കഴിക്കണമെന്ന് അന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. അതല്ലേ, അന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് കേറിട്ടോ സൂപ്പർ ആയിരുന്നു. അന്ന് ഞങ്ങൾ കണ്ടുവച്ച കടയാണ് ഇന്ന് ഞങ്ങൾ പോയി കഴിച്ചത്. എന്ത് അൺലിമിറ്റഡ് റൈസ് ഒക്കെയാണ്. ഞാൻ മാത്രമാണ് ഒരു ഇച്ചിരി എക്സ്ട്രാ വാങ്ങിച്ചത് അല്ലേ? പക്ഷെ ഒരു അടിപൊളി ഇറച്ചിക്കറി ഇല്ല. അതും അങ്ങനെ ഭയങ്കര എരിവോ കാര്യമൊന്നും ഇല്ല കേട്ടോ. സൂപ്പർ അടിപൊളി. നമ്മള് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാൻ തോന്നും. പക്ഷെ എന്റെ വയറ് ഇപ്പൊ തന്നെ നെയ്ച്ചോറ് കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇളനീര് കുടിച്ചു. അപ്പോഴാ ഒരു ആശ്വാസമായില്ലേ? എന്തായാലും ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ സിനോബി നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇപ്പൊ വീഡിയോസ് ഇടുന്നുണ്ടല്ലേ? എന്റെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടിൽ ഇടുന്നുണ്ട്, ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്, യൂട്യൂബിൽ ഷോർട്സ് ഇടുന്നുണ്ട്. ഷോർട്സ് ആണ് കൂടുതൽ ഇടുന്നത്. ലോങ് വീഡിയോസ് വളരെ കുറവാണ്. അപ്പൊ ഞങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ ഞങ്ങളെ എടപ്പറമ്പി ഫാമിലി എന്ന വ്ളോഗ്സിൽ ചാനലിൽ പോയി നോക്കിയാൽ മതി അല്ലേ? അപ്പം ഇനിയിപ്പോ ഞങ്ങൾക്ക് ഫാമിലി വീഡിയോ കുറിച്ച് അറിയണമെങ്കിൽ എടപ്പറമ്പിൽ ഫാംസ് എന്ന ചാനൽ ചെന്ന് നോക്കിയാലും. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എടപ്പറമ്പിൽ ഫാംസിന് വേണ്ടിയാണ് അല്ലേ? ഇപ്പൊ ഞാൻ ഫാംസിൽ ആക്റ്റീവ് അല്ലാതെ, കാരണം എന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ ഇതിലാണ്. അല്ല എടപ്പറമ്പ് ഫാംസ് ഇപ്പോൾ ഒരു സ്റ്റേബിൾ ചാനലാണ്. ഇപ്പം നമ്മളിപ്പോൾ ചാനൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് കുറച്ച് വർഷങ്ങളായോ അല്ലേ? എത്ര വർഷമായി നമ്മൾ? ഇപ്പം നമ്മൾ 6 വർഷമാവാറായി. 6 വർഷമാവാറായി. ഇത് 5 വർഷം കഴിഞ്ഞു, 6ാമത്തെ വർഷമായി അല്ലേ? കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോൾ 1.5 വയസ്സുള്ളപ്പോഴാണ് നമ്മൾ എടപ്പറമ്പിൽ ഫാംസിന് വേണ്ടി ഇറങ്ങിയത്. ശരി, അപ്പോൾ ഇന്നത്തെ ഷോപ്പിങ്ങിനെ കുറിച്ച് ഒറ്റ വാക്കി പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഇഷ്ടമായോ? സൂപ്പർ ആണല്ലേ? ശരി, അപ്പൊ എന്നാ വീഡിയോ വൈൻഡപ്പ് ചെയ്തല്ലോ. അപ്പൊ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. ടാറ്റാ.